നിയമസഭാ അവലോകനമാണ് ഇനി. ജനത്തിന്റെ പ്രശ്നങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ഇടം എന്ന നിലയിൽ പ്രേക്ഷകർക്കും താല്പര്യം കാണും. ഈ ആഴ്ച അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ ഉയർന്നുകേട്ട പ്രധാന പ്രശ്നമാണ് ഡെമോക്രസി അവതരിപ്പിക്കുന്നത്. കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോനാണ് പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞുമോന്റെ കല്യാണം പതിവായി മുടങ്ങുന്നതാണ് കുഴപ്പം. കാരണം ശാസ്താംകോട്ട കായലാണ്. കായൽ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാത്തതുകൊണ്ട് കുഞ്ഞുമോന്റെ കല്യാണമേ നടക്കുന്നില്ല. ശാസ്താംകോട്ട തടാകം സംരക്ഷിക്കാത്തതുകൊണ്ട് എന്റെ പല പരിപാടികളും മുടങ്ങിക്കിടക്കുക. സാർ എന്റെ കല്യാണം പോലെ മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഉള്ളത് തുറന്നു പറയാം. കഴിഞ്ഞ 12 വർഷക്കാലമായി ഇതേ സീറ്റിലിരുന്ന് തന്നെയാണ് ഞാൻ ശാസ്താംകോട്ട തടാകത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചത്. സാർ, ഞാൻ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഇതേ സീറ്റ് തന്നെ സാർ എനിക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ട് ഈ 12 വർഷവും ഞാൻ ശാസ്താംകോട്ട തടാകത്തിന്റെ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. സാർ, കരയുന്നതല്ലാതെ ഒരു ഫലവും കിട്ടുന്നില്ല സാർ. എടോ, 38 വയസ്സിനിടയിൽ 56ാമത്തെ പെണ്ണുകാണലായത്. ജനിച്ചപ്പോ മുതല് പെണ്ണുകാണലായിരുന്നോ പണി? ഒന്ന് പോണോടുന്നു. ജാതകം ഒത്തുവന്ന 56ാമത്തെ പെണ്ണിനാ എത്ര രാജ്യത്ത് നോക്കി. അവസാനമല്ലേ അറിയണത് എന്റെ വാരിയല് കിടക്കുന്നത് കന്നഡ കള്ളിയിലാണെന്ന്. വാരിയല്ലോ? വാരിയൽ എന്ന് പറയാൻ എന്റെ പെണ്ണ് പറയണ കേക്ക്. 6, 5, 11 മൂലത്തിൽ നല്ല നമ്പറാണെന്നാ ജോത്സ്യര് പറഞ്ഞത്. മൂലത്തിലോ? എടോ, അതാണ് എന്റെ നാള്. മുഖ്യമന്ത്രിയോടാണ് പ്രതാപ. ഇത് അങ്ങോട്ട് വന്ന ശാസ്താംകോട്ട തടാകത്തിന്റെ കാര്യമാണ്. കഴിഞ്ഞ ജൂൺ മാസം 14-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശാസ്താംകോട്ട തടാകം കാണാൻ വരികയും അതിനുശേഷം ഹയർ ഓഫീസേഴ്സുമായി ഞങ്ങളടക്കമുള്ള ജനപ്രതിനിധികളുമായി അവിടെ നടത്തിയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സാർ സമഗ്രമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുമെന്ന് പറഞ്ഞു. സാർ, എൻ്റെ അറിവ് വെച്ച് അത് സമർപ്പിച്ചിട്ടുണ്ട് സാർ. സാർ, നാളെ ഇതേവരെയായി ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. എന്നാൽ ഇത്രകാലമായി പരിഹരിക്കാത്ത പ്രതിസന്ധി താൻ പരിഹരിക്കും എന്ന് ഉമ്മൻചാണ്ടി ഒടുവിൽ വാഗ്ദാനം ചെയ്തു. കുഞ്ഞുമോന്റെ കല്യാണം ഉടൻ നടക്കുമത്രേ. സാർ, മുഖ്യമന്ത്രി അന്ന് 1 മാസം കഴിഞ്ഞ് റിവ്യൂ മീറ്റിംഗ് വിളിക്കണമെന്ന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. സാർ, ഇതേവരെ 8 മാസമായി ഇതേവരെ ജില്ലാ കളക്ടർ ഞങ്ങളെ വിളിച്ച് മീറ്റിംഗ് നടത്തിയിട്ടില്ല. സാർ, ഈ വർഷമാണെങ്കിൽ ഏറ്റവും കഠിനമായ ചൂടാണ് സാർ. സാർ, ഇപ്പോൾ തടാകം ഏകദേശം വറ്റി വരണ്ടിരിക്കുകയാണ്. സാർ, ഈ അടുത്ത ജൂണിന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ തടാകം അന്യം നിന്ന് പോകും. ഇന്നത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലേ പിന്നെ ഈ ആയുസിലും മാലയോഗം ഇല്ലെന്നാ എന്റെ ദൈവമേ, ഞാൻ സന്യാസിയായി പോയി. ഇതെങ്കിലും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു സാർ. അതുകൊണ്ട് ജൂൺ മാസം മുമ്പ് അടുത്ത കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമഗ്രമായിട്ടുള്ള ഈ മാസ്റ്റർ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുക്കണം. ഇന്നത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലേ പിന്നെ ഈ ആയുസിലും മാലയോഗം ഇല്ലെന്നാ എന്റെ ദൈവമേ, ഞാൻ സന്യാസിയായി പോയി. ഇതെങ്കിലും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. ഞാൻ പറയുന്നത് KPCC പ്രസിഡന്റ് വളരെ താല്പര്യമെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ 2 കോടി രൂപ വെച്ചത്. സാർ, അത് വലിയ സ്വാഗതാർഹമാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു സാർ. അതുകൊണ്ട് സാർ, ഞാൻ 12 വർഷമായിട്ട് ഈ നിയമസഭയിൽ നിന്ന് സാർ, ഇനി എങ്ങനെ ഞാൻ വർത്തമാനം ഇതിന്റെ പുറത്ത് കയറി എന്ന് പറയണോ? അത് വേണേ ചെയ്യാം സാർ. സാർ, അല്ല ജാതകം ഒത്തുവന്ന 56ാമത്തെ പെണ്ണിനാ എത്ര രാജ്യത്ത് നോക്കി. ശാസ്താംകോട്ട തടാകം സംരക്ഷിക്കാത്തതുകൊണ്ട് എന്റെ പല പരിപാടികളും മുടങ്ങിക്കിടക്കുക. സാർ, എന്റെ കല്യാണം പോലെ മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഉള്ളത് തുറന്നു പറയാം. സാർ, കുഞ്ഞുമാന്റെ കല്യാണം നടക്കാതിരിക്കുന്ന ശാസ്താംകോട്ട കായൽ സംരക്ഷിക്കാതിരിക്കുന്നതിന്റെ പേരിലാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാൻ. 5 കൊല്ലം കൊണ്ട് ഇടതുമുന്നണിക്ക് സാധിക്കാത്തത് ഈ പ്രാവശ്യം UDF സാധിച്ചു തരും എന്ന് പറയാൻ ആഗ്രഹിക്കുക. സാർ ആ കാര്യം ഏറ്റു. ഇന്നത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലേ പിന്നെ ഈ ആയുസിലും മാലയോഗം ഇല്ലെന്നാ. ജനങ്ങളുടെ സഹകരണം ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും ഈ തടാകം സംരക്ഷണത്തിലെ ഗവൺമെന്റിന്റെ ഏറ്റവും എന്റെയും തടാകമാണ്. ഞാൻ അതിന്റെ സമീപത്താണ് ജനിച്ചത്, വളർന്നത്. സാർ അങ്ങ് ഉണ്ടായിരുന്നു. എന്റെ കല്യാണം നേരത്തെ നടന്നു. സാർ, എന്റെ കല്യാണം പോലെ മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഉള്ളത് തുറന്നു പറയാം. കല്യാണത്തിന്റെ പേരിലെങ്കിലും ശാസ്താംകോട്ട കായൽ രക്ഷപ്പെടട്ടെ.
കുഞ്ഞുമോനെ ഉമ്മൻചാണ്ടി രക്ഷിക്കട്ടെ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് പിണറായി വാഴ്ത്തുകൾ. എത്രയോ കാലം അദ്ദേഹത്തെ ഈ പറഞ്ഞ കേസുകൾ പറഞ്ഞ് തേജോവധം ചെയ്തു. ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാഴ്ച. സത്യം, നീതി, അത് തീർച്ചയായിട്ടും എവിടെ ആര് ചോദ്യം ചെയ്താലും വിജയിക്കും അവസാനം.